ശബരിമലയിലെ കാനനപാതയിൽ കുടുങ്ങിയ 2 മാളികപ്പുറങ്ങൾക്ക് രക്ഷകരായി മാറിയിരിക്കുന്നു നമ്മുടെ ഫയർഫോഴ്സ്. നല്ല വാർത്തയിലേക്കാണ്. വെഞ്ഞാറമൂട് സ്വദേശികളായ രാധ, ലീല എന്നിവരാണ് കാനനപാതയിൽ കുടുങ്ങിയത്. 1 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഓടംപ്ലാവിൽ നിന്ന് ഫയർഫോഴ്സ് ഇവരെ കണ്ടെത്തിയത്. വിഷ്ണു പ്രകാശ് വിഷ്ണു പ്രകാശ് ഇങ്ങനെ ക്ഷീണിതരായി കാണും. വിഷ്ണു, ഇത് എവിടെ വെച്ചാണ് ഇവരെ കാണാതായത്? എങ്ങനെയുള്ള തെരച്ചിലാണ് നടന്നത്? ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? അതായത് ഇന്നലെയായിരുന്നു ഇവർ വെഞ്ഞാറമൂട്ടിൽ നിന്നും ഒരു 10 പേരടങ്ങുന്ന സംഘമായിട്ട് ശബരിമല ദർശനത്തിനായി എത്തിയത്. അപ്പോൾ കാനനപാത തുടർന്ന വിവരം പറഞ്ഞ് അതുവഴിയുള്ള സഞ്ചാരമായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. ഈ 10 പേരുടെ സംഘം യാത്ര തുടങ്ങി ഏകദേശം പകുതിയോളമായപ്പോൾ ഈ 2 പേർ മാത്രം വെള്ളം കുടിക്കാനും അങ്ങനെ ഒരു ആവശ്യത്തിനായി ഇവർ മിസ്സിംഗ് ആയിപ്പോയി. അവരെ പിന്നീട് ഈ സംഘത്തിലുള്ളവർക്ക് പുറകോട്ട് പോയി പിന്നീട് കുറച്ച് സംഘം മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഇവരെ പറ്റി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇവർ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നുള്ള വിവരം പറഞ്ഞ് ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരായിരുന്നു പോലീസ് കൺട്രോൾ റൂമിലിട്ട് വിവരം അറിയിക്കുന്നത്. അത് പ്രകാരം പോലീസ് നൽകിയ വിവരപ്രകാരം ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് അടക്കം അവരുടെ ഒരു സംഘം ചെന്ന് ഈ കാനനപാതയിലെത്തി. സംഘം മുക്കുഴി അടങ്ങിയ ആ പാതയിലൂടെയാണ് ഇവർ വന്നിരുന്നത്. അപ്പോൾ അവിടെ ഫയർഫോഴ്സ് സംഘം ഒരു തെരച്ചിൽ നടത്തി. ആ തെരച്ചിലിനൊടുവിലാണ് ഓടംപ്ലാവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇവരെ കണ്ടെത്തിയത്. ഈ 2 പേരെ കണ്ടെത്തുമ്പോൾ ഇവർക്ക് ആകെ ഒരു പകച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇവരെ കണ്ടെത്തിയത്. ഈ ഒറ്റയ്ക്ക് കാട്ടിൽ പെട്ടുപോയിട്ട് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളുകളെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു ഭീതി അവർക്കുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയം വന്നതിന്റെ ചെറിയ സാധാരണ കാനനപാതയിൽ നിന്ന് എത്ര ഉള്ളിലേക്ക് മാറിയായിരുന്നു ഇവരുണ്ടായിരുന്നത്? എങ്ങനെയാണ് വഴി തെറ്റിയെന്ന് വല്ലതും പറഞ്ഞോ അവര് പിന്നീട്? അവര് വെള്ളം കുടിക്കാനായി ഇവർ ആ സംഘത്തിൽ നിന്ന് ഒന്ന് വേർപെട്ട് അവിടെ നിന്ന ആ സമയത്ത് ഈ സംഘം മുന്നോട്ട് പോയി. അങ്ങനെ കൂട്ടം തെറ്റിപ്പോയതാണെന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും ഈ ശബരിമല, അതായത് പുൽമേട് വഴി വരുന്ന ആ ഒരു പാതയിലായിരുന്നു. ശബരിമലയ്ക്ക് എത്താൻ ഉള്ള ചെറിയ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അരുവി എങ്ങാനും തേടിപ്പോയതായിരിക്കും അല്ലേ? ഈ പ്രദേശങ്ങളിലെല്ലാനും ഇപ്പൊ ഈ വരുന്ന വഴിയിലെല്ലാം ചുക്കുവെള്ളം കൊടുക്കുന്ന ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ ചുക്കുവെള്ളം കൊടുക്കുന്ന ഒരു വഴി നീളെ അവർ അത് സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി ആ കൂട്ടത്തിലാണോ അതോ ഈ ഇത്തരത്തിൽ വിശ്രമിക്കാനായിട്ട് ഇവർ കുറച്ചേരം ഇരുന്ന് വിശ്രമിക്കാനായിട്ട് കയ്യിൽ കരുതിയ വെള്ളം കുടിക്കാനാണോ ഇവർ തയ്യാറെടുത്തെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനെയായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. ഇവർ വെള്ളം കുടിക്കാനായി ഇരുന്ന ഒരു സമയത്താണ് ഇവരെ മിസ്സായതെന്നാണ് ഒപ്പമുള്ളവരും പറഞ്ഞത്. അത് പ്രകാരമാണ് ഇവർ കുറച്ച് മുന്നോട്ട് പോയി. പിന്നീട് ദർശനം നടത്തിയോ അതോ റെസ്റ്റ് എടുക്കുകയാണോ? എന്താ അവസ്ഥ? നിലവിൽ അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട്. ഈ കാണാണ്ട് പോയതിന്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇവർ സന്നിധാനത്തെ ആശുപത്രിയിൽ അടിയന്തരമായ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനായി സന്നിധാനം ഹോസ്പിറ്റലിലാണ് ഇവരെ ഉള്ളത്. ഏതായാലും മറ്റു കാര്യമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. ചെറിയ തുടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം അവർക്ക് ദർശനം തുടരാം എന്നുള്ള വിവരമാണ്. ശരി, എന്തായാലും വിഷ്ണു ഒരു സന്നിധാനത്തെ ആശുപത്രിയിലാണ് ഉള്ളത്. കാനനപാത വഴി പോയ 2 പേരാണ് ആ ദൃശ്യങ്ങളിൽ കാണാം. അല്ലാതെ ഒരു ഭയന്ന് പകച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സൊക്കെ കൃത്യമായ സ്ഥലത്തെത്തി, പോലീസും ഒക്കെ ചേർന്ന് വേണ്ട സുരക്ഷ അവർക്കൊരുക്കി എന്നത് ആശ്വാസകരമായ കാര്യമാണ്. മാളികപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രായമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും അപ്പം തന്നെ മാനസികമായിട്ട് അവരൊരു പക്ഷേ 2 പേർ ഒറ്റയ്ക്ക് പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ മറികടന്നുകൊണ്ടാണ് എന്തായാലും അവർക്ക് ഫയർഫോഴ്സ് രക്ഷകരാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഒരു ആശുപത്രിയിലാണുള്ളത്.